ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 സവാള. ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇനി ഒരു പ്രധാന ഐറ്റം ഉണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെ വട. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതാ ഞാനിവിടെ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാ തവണത്തെയും പോലെ പാൻ അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളമൊന്നുമല്ല, നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വട ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലേ, ആ മിക്സിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടിപ്പോകരുത്. അപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഒരു സ്പൂണിലെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിതെല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ വട കളർ മാറി വന്നിട്ടുണ്ട്. ഇത് റെഡിയായി കാണും. ഇനി നമുക്കിത് എടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ വടയും വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഞാനിവിടെ വറുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം. ഓക്കെ, ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെഡിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം.
ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുട്ടി വടകൾ ചേർത്ത് കൊടുക്കാം. ഈ വടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇനി തീ ഓഫ് ചെയ്യുക. നമ്മുടെ കൂട്ടുകറി റെഡി. നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കൊറോണ ആയതുകൊണ്ട് കല്യാണത്തിനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു കൂട്ടുകറി കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ കൂട്ടുകറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ.